ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന ആഷിഖ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുമില്ല, ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് 2 വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി വീഡിയോസ് എന്തായാലും പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം മീഷോന്നുള്ള പ്രോഡക്റ്റ്സ് ഇപ്പോൾ ഡെലിവർ ചെയ്തു. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട, ഇപ്പം തന്നെ അതങ്ങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ഫസ്റ്റ് തന്നെ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മീഷോന്ന് ചെയ്തിട്ടുള്ള സാധനം എന്ന് പറയുന്നത്, ഒന്ന് നമ്മളെ കിച്ചൺ മാറ്റ് ആണ്. താഴെ ഇടുന്ന നിലത്തിടുന്ന ചവിട്ടിയാണ്. പിന്നെ അതുപോലെ 2 ചവിട്ടി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കിച്ചണിലോട്ടുള്ള വേറൊരു സാധനം കൂടെയാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചിലത് പെട്ടെന്ന് കിട്ടും, ചിലത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിട്ടുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഉള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു വിചാരിച്ചു. അടുത്ത സാധനം വരുമ്പോൾ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, അപ്പൊ അതിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് വന്നിട്ടുള്ള ഫസ്റ്റ് സാധനം വന്നിട്ട് ഇതാണ്. ഈ ഒരു ബോക്സിൽ പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ സംഭവം. ഇതിന്റെ കറക്റ്റ് പ്രൈസും പിക്ചറും ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇത് വന്നിട്ട് ഇതിന്റെ ഈ സാധനം ഇവിടെ കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇങ്ങനെയാണ് സാധനം വന്നിട്ട്. ഇത് വന്നിട്ട് നമ്മുടെ കിച്ചണിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന, റാക്കിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിൽ നമുക്ക് ഈ ഹോൾസിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പൂൺസോ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് വെക്കാനായിട്ട് പറ്റും. എന്ത് സാധനങ്ങളാണെങ്കിലും കിച്ചണിലോട്ട് ആവശ്യമുള്ള എന്ത് സാധനങ്ങളാണെങ്കിലും നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഈ 2 സ്പേസ്. ഇനി വെള്ളം ഉണ്ടെങ്കിലും തന്നെ ഇതിന് ഹോൾസ് ഉണ്ട് ഉള്ളിൽ, അതിലൂടെ നമുക്ക് പോവുകയും ചെയ്യും. പിന്നെ ഇത് വന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ ഇല്ല എനിക്ക് അറിഞ്ഞൂടാ. ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് തോന്നുന്നത്. ഇത് പ്ലാസ്റ്റിക്കിന്റെ ആണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ, നല്ലോണം ക്വാളിറ്റി ഉള്ളതാണ്. കളറും അടിപൊളിയാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ കത്തി ഉണ്ടല്ലോ, കത്തിയൊക്കെ നമുക്ക് ഈ ഒരു ഹോൾസിന്റെ ഉള്ളിലൂടെ ഇട്ട് വെക്കാം. കത്തിയൊക്കെ നമ്മൾ കിടത്തിയല്ലേ വെക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുകിയിട്ട് ഈ ഒരു ഹോൾസിന്റെ ഉള്ളിലൂടെ ഇട്ട് വെച്ചാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇവിടെയും ഹോൾസ് ഉണ്ട്, ഇവിടെ നമുക്ക് സ്പൂൺസ് ഒക്കെ ഇടാം. പിന്നെ അതുപോലെ ഇവിടെ ഒരു 3 ഇത് കൊടുത്തിട്ടുണ്ട്, ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഹോൾസ് ഉള്ള എന്തെങ്കിലും സാധനങ്ങൾ, നമ്മളെ എന്താ പറയാ, വെജിറ്റബിൾസിന്റെയും ഫ്രൂട്ട്സിന്റെ ഒക്കെ തൊലി കളയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊളുത്തി വെക്കാം. അങ്ങനത്തെ കാര്യത്തിനും പറ്റുന്നതാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ചില ആളുകളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും ഇത് നമുക്ക് സെപ്പറേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത സാധനം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് വന്നിട്ട് നമ്മുടെ കിച്ചൺ മാറ്റ് ആണ്. ഇതിന്റെ പ്രൈസും പിക്ചറും ഞാൻ കൊടുക്കാം കേട്ടോ. ഇത് കോംബോ ആയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. 2 സെറ്റ് കോംബോ ആയിട്ട് വരുന്നതാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു സെറ്റിൽ തന്നെ 2 എണ്ണം ഉണ്ടാവും കേട്ടോ. അങ്ങനെ 2 സെറ്റ് 4 എണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് കേട്ടോ നമ്മുടെ മാറ്റ് വന്നിട്ട്. ഇത് കോട്ടന്റെ ആണ് മാറ്റ്. ഇതിന്റെ ത്രെഡ് വർക്ക് ഒക്കെ കോട്ടൺ തുണിന്റെ വർക്കാണ്, തുന്നൽ വർക്കാണ്. ഇതിന്റെ ബാക്ക് സൈഡും ഇതുപോലെ തന്നെയാണ്. ഇത് പറയാനുള്ളത്, ക്വാളിറ്റി ഉണ്ട്, നല്ലോണം കട്ടിയുണ്ട്, തിന്നായിട്ടുള്ള ഒന്നും നല്ല കട്ടിയുണ്ട്. പിന്നെ ഇതിന്റെ ത്രെഡ് വർക്കും തന്നെ നമ്മൾ കാലിൽ ചവിട്ടിയാൽ നല്ല സോഫ്റ്റ് ആണ്. നമ്മുടെ കോട്ടന്റെ ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ചളിയൊക്കെ എന്തായാലും ഇതിൽ കറക്റ്റ് ആയിട്ട് പിടിച്ചോളും. പിന്നെ ഇതിന്റെ കളറും കാണാൻ ഭംഗിയുണ്ട്. നേവി ബ്ലൂവും വൈറ്റും സ്കൈ ബ്ലൂവും കൂടെ കൂടിയിട്ടുള്ളതാണ്. പിക്ചറിൽ കണ്ട അതേ സെയിം സാധനം തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഈ ത്രെഡ് വർക്ക് എന്താ പറയാ, ഭയങ്കരമായിട്ട് തിക്കായിട്ടുള്ള ത്രെഡ് വർക്ക് അല്ല, നൂല് വർക്ക് അല്ല. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതെവിടെ കണ്ടോ, ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല കാണാൻ. പക്ഷെ എന്താ വെച്ചാൽ ഭയങ്കര തിങ്ങി നിന്നിട്ടുള്ള നൂല് വർക്കല്ല. അവിടെ ഇവിടെയൊക്കെ ചെറിയ സ്പേസ് കാണുന്നുണ്ട്. എല്ലായിടത്തും ഒന്നുമില്ല, ചില സ്ഥലത്ത് മാത്രം. പക്ഷെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ആ ഒരു പ്രൈസിന് വേർത്താണ്. ഇനി അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താകും, കളർ പോയില്ലേ എന്നുള്ളതെന്ന് അറിയത്തില്ല. നമ്മൾ അൺബോക്സ് ചെയ്തിട്ടേ ഉള്ളൂ. വാഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം. പിന്നെ
പറയാനുള്ളത് ഇതിന്റെ നീളം വലിപ്പം അതിൽ സൈസ് പിക്ചറിൽ കണ്ടപ്പോൾ ഭയങ്കര നീളമുള്ള പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ കയ്യിൽ കിട്ടിയപ്പം ആ പിക്ചറിൽ കണ്ട അത്രയും നീളം ഇല്ല. പക്ഷെ നമ്മുടെ കിച്ചണിലോട്ട് ആവശ്യമുള്ള ആ ഒരു നീളം എന്തായാലും ഉണ്ട്. നീളത്തിന്റെ സൈസ് ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം കേട്ടോ. പിക്ചർ നിങ്ങൾക്ക് വീഡിയോ കൊടുക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നീളം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ നീളത്തിലുള്ള ഒരു മാറ്റാണ് വന്നിട്ടുള്ളത്. ഇനി അതിന്റെ കൂടെ തന്നെ ഒരു മാറ്റും കൂടെ വന്നിട്ടുണ്ട്. ചെറിയൊരു മാറ്റും കൂടെ വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ബാത്റൂമിൽ അതുപോലെ സിറ്റ് ഔട്ടിലൊക്കെ ഇടുന്ന ആ ഒരു മാറ്റിന്റെ വലുപ്പത്തിലാണ് വന്നിട്ടുള്ളത്. കുഞ്ഞു മാറ്റാണ് കേട്ടോ ഇത്, ഭയങ്കര വലിയ മാറ്റൊന്നുമല്ല. ഇതും അതുപോലെ തന്നെ ത്രെഡ് വർക്കും കാര്യങ്ങളും കുറച്ച് എന്താ പറയാ തിക്നെസ് കുറവാണ്. എന്നാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് തിക്നെസ് ഇല്ലാന്നേ ഉള്ളൂ. കളറും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലെ കേട്ടോ, ആ ത്രെഡ് വർക്കിന്റെ കാര്യമാണ് കാണുന്നത്. ഇതൊക്കെ നല്ല കട്ടിയുള്ളത് തന്നെയാണ്, കുഴപ്പമൊന്നും പറയാനില്ല. ഇതാണ് ഒരെണ്ണം. ഇനി അതിൽ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് വേറെ കളറിൽ വന്നിട്ടുള്ളത്. രണ്ടും കളർ കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടുത്തത് വന്നിട്ട് ഈ ഒരു കളറാണ് കേട്ടോ. ഞാൻ രണ്ടും കുറച്ച് ഡാർക്ക് കളറാണ് എടുത്തത്. ഇതിന് പല കളേഴ്സ് ഉണ്ട് കേട്ടോ, പല കളേഴ്സും പല വർക്കിലും ഉണ്ട്. പിന്നെ കിച്ചണിലോട്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡാർക്ക് കളറായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ മേടിക്കാം കേട്ടോ. ഇത് വന്നിട്ടൊരു മെറൂണും വൈറ്റും നേവി ബ്ലൂവും കൂടെ കൂടിയതാണ്. ഇതും അതേ സെയിം നീളത്തിലും സെയിം മോഡലിലുമാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെയും ത്രെഡ് വർക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര തിക്നെസ് ഇല്ല. അവിടെ ഇവിടെയൊക്കെ കണ്ടോ. പക്ഷെ ഈ ഒരു നൂല് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു അടിയുടെ ശീല കാണില്ല. നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ കാണും. അദ്ദേഹം പറയുന്നത് തിക്നെസ് കുറവാണെന്ന് പറയാൻ കാരണം. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല, സ്റ്റിച്ചിങ്ങും മോശമൊന്നുമില്ല. ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ്. രണ്ടിൻ്റെ വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം. ഇത് രണ്ടും സെയിം നീളമാണ് കേട്ടോ വന്നിട്ടുള്ള വീതിയൊക്കെ. അതിൻ്റെ ചെറിയ സൈസാണ് ഇത്, ഇത്രയാണുള്ളത് വലുപ്പം. കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ, ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഇല്ല, കട്ടിയൊക്കെ ഉണ്ട്. റിട്ടേൺ ചെയ്യാൻ മാത്രമുള്ള പ്രോബ്ലമോ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു പ്രൈസിന് എന്തായാലും വേർത്താണ്. ഓക്കെ പ്രോഡക്റ്റ് ആണ്. പിന്നെ ഞാൻ അതിൽ കണ്ടപ്പോൾ നല്ലോണം നീളമുള്ള പോലെ തോന്നി, പക്ഷെ കയ്യിൽ കിട്ടി നോക്കിയപ്പം അത്ര നീളമില്ല. പക്ഷെ അത്യാവശ്യം വേണ്ട നീളമുണ്ട്, ആ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. അപ്പൊ ഈ രണ്ട് പ്രോഡക്റ്റ്സ് ആണ് എൻ്റെ കയ്യിൽ ഇപ്പം തന്നെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നത്. വേറെ പ്രോഡക്റ്റ്സുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പൊ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്യാം. പിന്നെ അതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിൻ്റെ ഒക്കെ ചാനലിലേക്ക് ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.